ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക് ലാബ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൈസാണ്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു റൈസാണ്. ഫ്രൈഡ് റൈസൊക്കെ പോലെ തന്നെ, പക്ഷെ നമ്മളിതിൽ സോസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്കങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം 2 കപ്പ് ബസ്മതി അരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. അതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതായി കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അതിൻ്റെ ഒരു പച്ചക്കളർ കളയാതെ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അരി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക്, 2 ഏലക്കായ, ഒരു പട്ട, 3 ഗ്രാമ്പും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് വേവിച്ചെടുക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളിവിടെ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. റൈസ് വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആ പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മുന്നേ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് ആ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ലെയർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം നല്ല മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെർവ് ചെയ്തിട്ടുള്ളത് ചിക്കൻ ഗ്രേവിയുടെ കൂടെയാണ്. അത് ചിക്കൻ ഗ്രേവിയുടെ കൂടെയും ചെമ്മീൻ ഗ്രേവി, പിന്നെ ചിക്കൻ ചില്ലി, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.